ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സോളം വരുന്ന പച്ചരി നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഈ ഒരു അരിയിലോട്ട് സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു അര ഗ്ലാസ്സോളം വരുന്ന ചിരകിയെടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ ചിരകിയെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂടെ കുറച്ചും കൂടി നമ്മുടെ തേങ്ങയുടെ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിത് തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊരു അര ഗ്ലാസ്സോളം വരുന്ന ചിരകിയെടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് ഈ ഒരു അരിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് ഒരു അര ഗ്ലാസ്സോളം വരുന്ന ചോറും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ്. ഇനി ഇതിലോട്ട് ഇതെല്ലാം കൂടി മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം കേട്ടോ. ഒരുപാട് വെള്ളമായി പോകരുത്. ഈ അരി ഒന്ന് കുതിർന്ന് കിട്ടാൻ പാകത്തിലുള്ള വെള്ളം മാത്രം. കാരണം നമ്മൾ ഈ ഒരു വെള്ളത്തിലാണ് എല്ലാം കൂടി അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു അരിയും ചോറൊക്കെ കുതിർന്ന് കിട്ടാൻ പാകത്തിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം മാത്രമേ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊരു 3 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ കണ്ടോ, ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഇട്ടത് കൊണ്ടുണ്ട് ചെറുതായിട്ട് ഇത് പുളിച്ച് വന്നിട്ടും കൂടി ഉണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഒരു തരികൾ പോലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ നിങ്ങൾ കൂടുതൽ അരിയൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ട് അരച്ചു കൊടുക്കുക. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുതിർത്ത് വെക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ മാവ് നന്നായിട്ട് അങ്ങോട്ട് പുളിച്ച് വന്നോളും. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 മിനിറ്റ് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. മാവ് ഇതുപോലെ മുകളിലോട്ട് കോരി ഒഴിക്കുന്ന രീതിയിലൊക്കെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ചെറുതായിട്ട് ബബിൾസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ അത് നമ്മുടെ മാവ് പെട്ടെന്ന് അങ്ങ് പുളിച്ച് വരാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 3-4 മണിക്കൂർ ഒന്ന് നമുക്ക് പുളിക്കാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് കണ്ടോ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് കട്ടകളൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. മാവ് ഇതുപോലെ പുളിച്ച് വരണം കേട്ടോ. അപ്പോഴേ നമ്മുടെ അപ്പം എന്ന് പറയുന്നത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. പിന്നെ ഓരോരുത്തർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് മാവ് പുളിച്ച് വരാനുള്ള സമയം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി കട്ടകളൊക്കെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മാവിന് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു മാവ് കൊണ്ട് തന്നെ 3 രീതിയിലുള്ള അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ നോൺ സ്റ്റിക്ക് അല്ല മറ്റുള്ള പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കും കേട്ടോ. അതിനുശേഷം നന്നായിട്ട് പാന് ചൂടാകുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു തവി മാവ് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ഈ ഒരു മാവ് സ്പൂൺ വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ചെറുതായിട്ട് മാവിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി 1-2 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതാണ് അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത 2 രീതിയിലുള്ള അപ്പങ്ങൾ നമ്മൾ ചുട്ടെടുക്കുന്നത് ഈ ഒരു റൗണ്ട് രീതിയിലുള്ള അപ്പച്ചട്ടിയിലാണ്. അപ്പോൾ ഇതേ ഒരു പാന് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് 1-1.5 തവി മാവ് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ നമ്മൾ വെള്ളയപ്പമൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ചിലർക്ക് നമ്മൾ ഈ ഒരു വെള്ളയപ്പം അല്ലാന്നുണ്ടെങ്കിൽ പാലപ്പൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് സൈഡൊക്കെ നല്ല മൊരിഞ്ഞിട്ടുള്ള അപ്പമായിരിക്കും ഇഷ്ടമുണ്ടാവുക. ചിലർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരിക്കും ഇഷ്ടമുണ്ടാവുക കേട്ടോ. ഇതിപ്പോൾ നല്ല സൈഡൊക്കെ മൊരിഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരപ്പാണ്. ഇനി നമ്മൾ അവസാനമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതൊന്നുമില്ല, ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു കല്ലിൽ ഈ ഒരു പാനിൽ വെച്ചെടുക്കുന്ന സമയം എന്ന് പറയുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ. ഒന്ന് വേവിച്ചെടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മൾ പാനിൽ നിങ്ങൾ എടുത്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും കൂടി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു മാവ് വെച്ചിട്ട് 3 രീതിയിൽ അപ്പം ഉണ്ടാക്കുന്ന മെത്തേഡ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ മാറി മാറി ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അപ്പം ഉണ്ടാക്കുന്ന മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അപ്പോൾ ഒരു മാവ് വെച്ചിട്ടുള്ള 3 അപ്പവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഉറപ്പായിട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.